ഹേയ് സിനിഫൈൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ രണ്ടാം ഊഴം എന്ന നോവലിനെ ആസ്പദമാക്കി റിലീസ് ചെയ്യുന്ന ചിത്രമാണല്ലോ രണ്ടാം ഊഴം. സിനിമയിലെ ഒരു അപ്ഡേറ്റും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ MT വാസുദേവൻ നായരുടെ കഥയിലാണ്. അദ്ദേഹമാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു സിനിമ ഓണാവുന്നു. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ട് നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോണത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെറിയ റൂമേഴ്സാണ് എങ്കിലും ഒഫീഷ്യൽ കുറച്ച് റിപ്പോർട്ട്സൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ചെറിയ റൂമേഴ്സാണ്. ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വേണ്ടി ഞാൻ എന്തായാലും കാത്തിരിക്കാം. സിനിമയിൽ നമ്മുടെ ഋഷഭ് ഷെട്ടിയാണ് വരുന്നതെങ്കിൽ ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെ ആവും. വൈൽഡ് കാസ്റ്റൊക്കെ എന്തായാലും ഗംഭീരം തന്നെ ആവട്ടെ. നമ്മുടെ ഋഷഭ് ഷെട്ടി ചെറിയ റോളും ചെയ്യേണ്ടെന്നുള്ള റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2026 തന്നെ നമ്മുടെ രണ്ടാം ഊഴം സിനിമയുടെ അപ്ഡേറ്റ് എന്തായാലും വരും. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയിലേക്ക് നമ്മുടെ അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സിനിമയുടെ കാസ്റ്റ് എന്ന് പറയുമെന്ന്. നമ്മുടെ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, പിന്നെ നമ്മുടെ ദർശന രാജേന്ദ്രൻ, നയൻതാര, രേവതി, പിന്നെ കുഞ്ചാക്കോ ബോബൻ, പിന്നെ ഫഹദ് ഫാസിൽ, ഇവർ എല്ലാം അത്യാവശ്യം നല്ലൊരു മൾട്ടി സ്റ്റാർ ചിത്രം തന്നെയാണ് നമ്മുടെ പാട്രിയോട്ട്. സിനിമ അങ്ങനെ പാക്കപ്പ് ആയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ കൊച്ചിയിൽ വെച്ചാണ് പാക്കപ്പ് ആയിരിക്കണത്. അപ്പോൾ എന്തായാലും നമ്മുടെ മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മമ്മൂട്ടിയെ നിലനിർത്തിയാണ് പാക്കപ്പ് ആയത്. സിനിമയുടെ ബാക്കി അപ്ഡേറ്റ്സിനൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം റിലീസ് ഡേറ്റ് അറിയാണ്ട് ട്രെയിലറൊക്കെ അപ്ഡേറ്റിന് വേണ്ടി എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബബ്ബബ്ബ എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ അയിഞ്ഞാട്ടം എന്ന സോങ് ഫസ്റ്റ് ഒരു നെഗറ്റീവ് വന്നെങ്കിലും സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് വൻ കിടു തന്നെയായിരുന്നു. സിനിമയുടെ സോങ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ സർവ്വമായയെ പറ്റിയാണ്. സിനിമ അങ്ങനെ ബോക്സ് ഓഫീസിൽ 76 കോടി വേൾഡ് വൈഡ് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നിവിൻ പോളി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ബോക്സ് ഓഫീസ് അങ്ങോട്ട് തകർത്തു എന്ന് പറയാം. നിവിൻ്റെ കരിയർ ബെസ്റ്റിൽ നല്ലൊരു എമൗണ്ട് തന്നെയാണിത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ OTT വാർത്തകളും അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.